സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് മുതിർന്ന നേതാവായിട്ടുള്ള വി മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുള്ള ഒരു ഉരുണ്ടുകളി കാണണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒളിപ്പിക്കാനുള്ള വ്യക്തിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്തായിരിക്കും? ശരി, നോക്കട്ടെ, അറിഞ്ഞില്ല, കണ്ടില്ല, പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ തുടങ്ങിയ വാക്കുകൾ പറഞ്ഞ് എസ്കേപ്പ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കിയേ. ഫണ്ട് തട്ടിപ്പിൽ എന്താ പ്രതികരിക്കാനുള്ളത്? ഇപ്പോൾ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് വീണ്ടും. ഏതാ ബിജെപി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് തട്ടിപ്പ് ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. ആണോ? ഞാൻ അന്വേഷിക്കാം. എന്റെ അടുത്ത് വന്നിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിലല്ല ഇത് കൊടുത്തതെന്നുള്ളതാണ്. ആണോ? 3 പേരെ പുറത്താക്കിയെന്നാ പറയുന്നത്. ആണോ? അത് ശരി. വട്ടിയൂർക്കാവില് മാത്രം 31 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കൊടിയുടെ മാത്രം. ആണോ? അത് ശരി. അറിയില്ല. അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഇതുവരെ ഒന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അല്ലെ, ശ്രദ്ധയിൽ പല കാര്യങ്ങളും പെടുന്നുണ്ട്. ശരിയപ്പോ നിങ്ങളിങ്ങനെ വിവരങ്ങൾ തന്നെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്, അതുപോലെ തന്നെ അഞ്ചനെയാണ് 31 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. ആണോ? പാർട്ടിയുടെ തന്നെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പ്രമോദചന്ദ്രൻ അദ്ദേഹത്തിന്റെ GST നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയാണ് വെഞ്ഞാറമൂട് പോലീസിന്. ഞാൻ നോക്കട്ടെ, അന്വേഷിക്കാം. എന്റെ കയ്യിലില്ല ഒന്നും പരാതി. കണ്ടല്ലോ, ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയുടെ മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഭയപ്പെടാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ കഴിയും. പക്ഷേ മടിയിൽ കനമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നിങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ടല്ലോ, ഇതായിരിക്കും അവസ്ഥ. ഈ അടുത്ത കാലങ്ങളിൽ പിണറായിയുടെ മകൾ വീണ വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ വി മുരളീധരന്റെയൊക്കെ ഒരു ഉശിര് നാട്ടുകാർ കണ്ടതാണ്. ഇപ്പോൾ ജനപ്രതിനിധിയായി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത തെരഞ്ഞെടുപ്പ് ഫണ്ട്, ആ ഫണ്ടിൽ വട്ടിയൂർക്കാവിൽ മാത്രം കൊടി, ഏത് ബി.ജെ.പിയുടെ കൊടി വിറ്റ് പാവപ്പെട്ട ശ്രീലേഖ IPS നിന്ന് അടിച്ചെടുത്തത് 3 ലക്ഷത്തിലേറെ രൂപയാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ എല്ലാ സാമഗ്രികളും വിറ്റ് പണമുണ്ടാക്കി ചിലരൊക്കെ കോടീശ്വരരായി. സ്വാഭാവികമായും അത്തരം സംഭവവികാസങ്ങൾ നടന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലർക്കെതിരെ നടപടി ഉണ്ടായി. അങ്ങനെയുള്ള വിവരങ്ങൾ വരുമ്പോൾ ബി.ജെ.പിക്കകത്ത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും നടപടി ഉണ്ടാകും. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ഒന്നും ഒളിക്കാനില്ല. പക്ഷേ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ ആരാണ്? CBI ആണോ? ED ആണോ? ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഒരു ശുപാർശ കൊടുക്കാനായിട്ട് വി മുരളീധരന് കഴിയൂ. ഒരുപക്ഷെ വന്ന് രക്ഷിക്കുമായിരിക്കാം. എന്നിരുന്നാലും കേരളത്തിലേക്ക് 1000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. അത് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന പേരിൽ യഥേഷ്ടം ഫണ്ട് സംസ്ഥാനത്ത് എത്തിച്ചു. ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ABVP നേതാവ് തന്നെ സെൽഫി എടുത്ത് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചത് തെളിവും കൂടിയാണ്. അങ്ങനെ വന്ന പണം അതെങ്ങനെ ലിക്വിഡ് ക്യാഷായിട്ട് ഈ സംസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തിയ പണം ബി.ജെ.പി. നേതാക്കന്മാർ കയ്യിൽ കിട്ടിയവരെല്ലാം കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വി മുരളീധരനെ പോലെ MLA ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തെളിയിക്കുന്ന കാര്യം? നാട്ടുകാർക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്.